ആ വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ഫാൻസുകാർ ഫോണിൽ വിളിച്ച് കളിയാക്കുക. എന്തരടെ നിന്റെ സാറിപ്പോൾ ചൊറിയും കുത്തി ചെന്നൈയിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന്. ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ വല്ലതും അയച്ചു തരട്ടോ എന്ന്. ഇതിലിപ്പോ കളിയാക്കാൻ എന്താ ഉള്ളത്? അവര് പറഞ്ഞത് സത്യമല്ലേ? പന്നകള്. ആ പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? എന്തിന് സാറേ നമ്മൾ വഴക്കിന് പോണത്? ഒന്നാമത് നമ്മുടെ സമയം മോശം. ഇപ്പൊ ചെറുപ്പക്കാരെ പിള്ളേരെ അടിച്ചു കയറയല്ലേ. ആ ശ്യാമെന്ന് പറയുന്ന ചെക്കനെ ആളുകൾക്ക് എന്ത് ഹരാന്നറിയോ? അവനാണെങ്കിൽ കഥ കേട്ട് ചർച്ച ചെയ്ത് തിരക്കഥ വായിച്ച് ഇഷ്ടപ്പെട്ടാലേ പടം ചെയ്യുന്നുള്ളൂ. അതും വർഷത്തിൽ 1 or 2. അങ്ങനെയാ വിവരമുള്ളവര്. പിന്നെ ശ്യാമ അസലായിട്ട് പാട്ടും പാടുമല്ലോ. അതുകൊണ്ട് കൂടിയാ ആളുകൾക്ക് അവനോട് ഇത്ര ഭ്രാന്ത്. ഇനിയുള്ള പടങ്ങളിൽ ഞാനും പാടും. ഇനി ഏത് പടം? പലരും ഇംഗ്ലീഷ് പടങ്ങൾ കണ്ട നല്ല കഥകൾ മോഷ്ടിക്കുന്നത്. നമുക്ക് ആ വഴി ഒന്ന് ശ്രമിച്ചാലോ സാറേ? മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ, പിന്നെയാ ഇംഗ്ലീഷ്. സാറിന് ഇംഗ്ലീഷ് പഠിച്ചൂടെ? എന്നിട്ട് വേണം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നടൻ എന്നുള്ള ചീത്തപ്പേര് വാങ്ങാൻ. എടാ ബാബു, ഓ, പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും. അതുപോലെ ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. കൊറേ പുളിക്കും. അവള് ചലയ്ക്കും, സാറിനെ തൊലയ്ക്കും. സെക്യൂരിറ്റി. We are from Income Tax Department, Chennai. ഞാൻ മലയാളിയാണ്. ഈ വീട് റെയ്ഡ് ചെയ്യാൻ വാറണ്ട് ഉണ്ട്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. റെയ്ഡോ? എന്റെ വീട്ടിലോ? ഞാൻ കേണലാണ്, പത്മശ്രീയാണ്. എന്നെ തൊട്ടാൽ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. അതേ സർക്കാർ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞാൻ ഭരതാണ്, ഡോക്ടറാണ്. ഇത് തീക്കളിയാണ്. ഞാനിപ്പോ കേന്ദ്ര ധനമന്ത്രിയെ വിളിക്കും. പുറത്ത് പോലീസുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള മുറികളൊക്കെ റെയ്ഡ് ചെയ്യൂ. മുകളിൽ ഒന്നുമില്ല. എവിടെ നോക്കണമെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ അത് കാളക്കൊമ്പ. പക്ഷെ ന്യൂസ് പുറത്തുവിടുമ്പോ ആനക്കൊമ്പാണെന്ന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല.